ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു ഹെവി ഡിമാൻഡഡ് സെറ്റിൻ്റെ റീസ്റ്റോക്കാണ് കാണാൻ പോകും. ഒരുപാട് തവണ നമ്മൾ ഇതിന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ ഇതുപോലെ ബുട്ടി വർക്കാണ്. അതും നമ്മൾ ഇതുവരെയും ചെയ്തതിൽ സെയിം കളറിൽ തന്നെയായിരുന്നു ഫുൾ ടോപ്പ് വന്നിരിക്കുന്നത്. ഇത് ഡബിൾ ഷെയ്ഡാണ്, പർപ്പിൾ വിത്ത് ഒരു ഒക്കിറ്റിൻ്റെ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുക. ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് ഫസ്റ്റ് കളറ്. ഇത് ഇഷ്ടമുള്ളവരെ സെറ്റ് ചെയ്യാം. ഇത് ഡബിൾ ഷെയ്ഡാണ്. വീഡിയോയിൽ ക്ലിയർ ആണോ എന്ന് അറിഞ്ഞുകൂടാ. ഡാർക്ക് ഒരു ബ്ലാക്ക് ചെറി പർപ്പിളും ഈ ഏരിയാസിൽ നോക്കിയാൽ നമ്മുടെ ഓർക്കിഡ് ലാവെൻഡറിൻ്റെ ടോണുമാണ് കൊടുത്തേക്കുക. പ്യുവർ ഫാബ്രിക് ആണ്, ബുട്ടി വർക്കാണ്, ഡബിൾ ഷെയ്ഡ് പാറ്റേൺ ആണ് വന്നേക്കുക. നമ്മളിതിന് മുന്നേ കാണിച്ചതിലെല്ലാം സിംഗിൾ ഷെയ്ഡിൽ തന്നെയാണ് വന്നത്. ഇത് ടു ടോൺ എന്ന് പറഞ്ഞാൽ ഡബിൾ ഷെയ്ഡ് വർക്ക്. ഇതെൻ്റെ ദുപ്പട്ടയിൽ ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തേക്കുക. ബോട്ടോ ലൈനിങ്ങും ഉണ്ട്. ഇതാണ് സെക്കൻഡ് കളർ വന്നിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ഒരു ഡാർക്ക് ഒരു ടീൽ ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. എപ്പർ പോർഷനിൽ ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം. കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡും ഇതുണ്ട്. ലോവർ പാർട്ടിലേക്ക് വരുമ്പം എത്രത്തോളം വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഈ ലോവർ പാർട്ടിൽ കുറച്ചുകൂടെ ഡാർക്ക് ടോണും എപ്പർ ഏരിയയിൽ കുറച്ചുകൂടെ തെളിച്ചുള്ള ഷെയ്ഡുമാണ്. ദുപ്പട്ട സിംഗിൾ ഡാർക്ക് ടോണിലാണ് ദുപ്പട്ട എല്ലാത്തിലും കൊടുത്തേക്കുക. ബോട്ടവും ഡാർക്ക് ഷെയ്ഡിൽ. ഇതാണ് അടുത്ത കളർ വന്നിരിക്കുന്നത്. ലോവർ പാർട്ട് ഡാർക്ക് ഷെയ്ഡ് വൈൻ ടോണാണ്, വൈൻ മെറൂൺ ഷെയ്ഡ്. ഡാർക്ക് ലൈറ്റ് കോമ്പിനേഷൻസിലാണ് എല്ലാം വന്നേക്കുക. പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുൾ ഇങ്ങനെ ബുട്ടി വർക്ക്. എല്ലാത്തിലും ബോട്ടോ ലൈനിങ്ങും ഉണ്ട്. അതും ഡാർക്ക് ടോണിൽ തന്നെയാണ് ബോട്ടോ ലൈനിങ്ങും വരുന്നത്. ഇതിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാതിരിക്കും. അതായത് ബേസ് ആ ഒരു ഡാർക്ക് ഷെയ്ഡിന് തന്നെ ഡിഫറെൻറ്റ് കോംബോ അല്ല ഡബിൾ ഷെയ്ഡിന് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ തന്നെ ഏതാണോ ലൈറ്റ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ ഡാർക്ക് ആയിരിക്കും ലോവർ പാർട്ടിലേക്ക് വന്നേക്കുക. അതുകൊണ്ടാണ് ഒത്തിരി ഹൈലൈറ്റഡ് ആകാതെ ലൈറ്റായിട്ട് ആ ഒരു ഷെയ്ഡ്സ് വിസിബിളായിട്ട് നിൽക്കുക. ഇതിപ്പോഴത്തെ ഡാർക്ക് ടോണാണ്. ബോട്ടോ ലൈനിങ്ങും ഡാർക്ക് ഷെയ്ഡ്. ഇതാണ് നെക്സ്റ്റ് കളർ. ഇതിൽ ലൈറ്റായിട്ടാണ് മനസ്സിലാവുക. യെല്ലോ ഷെയ്ഡ് ആയതുകൊണ്ട് എന്തോരം ലൈറ്റ് ആക്കിയാലും അതേപോലെ തന്നെ മാച്ചിങ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഈ പോർഷൻ ലൈറ്റും ഈ ഒരു പോർഷൻ ലോവർ പാർട്ട് ഡാർക്ക് പോർഷനുമാണ്, ഡാർക്ക് കളറുമാണ് ചെയ്തേക്കുക. പ്യുവർ ജോർജറ്റ് ഫാബ്രിക്, ബൂട്ടോ ലൈനിങ്ങും ഉണ്ട്. ടോപ്പ് ദുപ്പട്ട പ്യുവർ ഫാബ്രിക്കിൽ ബുട്ടി വർക്ക്. റേറ്റ് 1480, 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അടുത്ത കളർ ഇതിലും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാമായിരിക്കും. ഇങ്ങനത്തെ ഷെയ്ഡ് ആയതുകൊണ്ട് ഗ്രീൻ്റെ ലൈറ്റും ഡാർക്കും. ലൈറ്റ് പോർഷൻ എപ്പർ ഏരിയയിലും ലോവർ പാർട്ടിൽ ഡാർക്ക് ടോണും കൊടുത്തേക്കുന്നു. ദുപ്പട്ട ഡാർക്ക് ടോണിൽ തന്നെ വന്നേക്കുന്ന ദുപ്പട്ട. ഇതാണ് ഓവറോൾ ലുക്ക്. ഇതും നെക്സ്റ്റ് കളർ. കുറേ കളേഴ്സ് ഉണ്ട്. ഇത് ഭയങ്കര എൻക്വയറി ഉള്ള ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സിംഗിൾ കളറിൽ തന്നെയാണ്. ഇപ്രാവശ്യമാണ് ഡബിൾ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ഇതിലും ലൈറ്റായിട്ടേ മനസ്സിലാവുള്ളൂ. ഇത് കുറച്ചും കൂടെ നേരിട്ട് കണ്ടാലേ നമുക്ക് ആ ഒരു കളേഴ്സിൻ്റെ വിസിബിലിറ്റി മനസ്സിലാവുള്ളൂ. വീഡിയോയിൽ അത്രയും ഈ ലൈറ്റിംഗ് ഒക്കെ അടിക്കുന്നുണ്ട്, അത്രയും വിസിബിൾ ആവില്ല. ലോവർ പാർട്ടിൽ ഡാർക്ക് ഷെയ്ഡാണ്. ഇത് ഓവറോൾ ലുക്ക്. റേറ്റ് സെയിം 1480. ഇതിലിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നല്ല ഡിഫറൻസിലാണ്. പിങ്കിൻ്റെ ലൈറ്റ് ഡാർക്ക് കോമ്പിനേഷൻസിലാണ് ഇത് കൊടുത്തേക്കുക. ബാലൻസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെയാണ് അത്രയും ഹൈലൈറ്റഡ് അല്ലാത്തത്. കണ്ടില്ലേ? അതായത് ഒരു പോർഷൻ ഡാർക്കാണ്, അത് ടോണിലായിരിക്കും. ഡാർക്ക് ടോണിലാണ് ദുപ്പട്ടയും ബോട്ടവും വന്നിരിക്കുക. ഇത് നെക്സ്റ്റ് കളർ. ഇതുപോലൊരു കളർ കാണിച്ചെന്ന് തോന്നുന്നു. ഒരുപാട് കളേഴ്സ് വന്നേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇത് ആ ഒരു വൈൻ മെറൂണിൻ്റെ ലൈറ്റ് ഡാർക്ക് ഒരു ഗ്രേപ്പ് ചൂസിൻ്റെയൊക്കെ ടൈപ്പ് ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ഒരു ഷെയ്ഡ്. റേറ്റ് സെയിം 1480. ഇത് അടുത്ത കളർ. ഇതിലും ലൈറ്റായിട്ടേ മനസ്സിലാവുള്ളൂ. ഈ പോർഷൻ ലൈറ്റാണ്. ലോവർ പാർട്ട് ഡാർക്ക് ഷെയ്ഡാണ്. ഒരു ബ്രിക്ക് ബ്രൗൺ ടോൺ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ട, ബോട്ടോ ലൈനിങ്ങും സാൻഡൂൺ. ഇതൊരു ഡീപ്പ് യെല്ലോ ഗോൾഡൻ ബ്രൗണിൻ്റെ കോമ്പിനേഷനാണ് ഇതിൽ വന്നിരിക്കുക. പ്യുവർ ജോർജറ്റാണ്. നെക്സ്റ്റ് വീഡിയോ 130ക്കാണ്. താങ്ക് യു.